ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിത് ക്യാപ്സിക്കാണ് വെച്ചിരിക്കുന്നതല്ല. അപ്പോൾ ഈ സാധാരണ നമ്മളൊരു മുളക് ക്യാപ്സിക്കൊക്കെ വെക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു ഒറ്റ ചെടിയായിട്ട് മേളിലേക്ക് വിട്ടിട്ട് കാര്യമില്ല. നമ്മളതിന് മൾട്ടിപ്പിളായിട്ടുള്ള കുറേ സ്റ്റമ്പ് ഉണ്ടായാൽ മാത്രമാണ്, ബഡ്സ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ കാണിക്കണം. നമ്മൾ ചെടി അങ്ങ് നട്ട് ഒരു 6 ഇഞ്ച് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ കൂമ്പൊന്നുള്ളി കളഞ്ഞിട്ട് ഇതുപോലെ മൂളങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഇത് ഞാൻ കട്ട് ചെയ്ത് കണ്ടോ. അപ്പോൾ അതിനോട് ധൈര്യം കാണിച്ചതാണ്. ഇതിലെത്ര ഉണ്ടെങ്കിൽ നോക്കി കണ്ടോ. ഇതിപ്പം 4-5 ബഡ്സ് കൊണ്ടുണ്ട്. അത് ഈ നേരം മുഴുവൻ അങ്ങനെ നോക്കാം കണ്ടോ. ഇതെല്ലാം അങ്ങ് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മൂലങ്ങൾ എക്സ്ട്രാ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കൊമ്പുകൾ വേണം, എന്നാലാണ് കൂടുതൽ കായ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഒരു കൊമ്പ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന സാധനങ്ങൾക്ക് ഒത്തിരി ലിമിറ്റുണ്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ മുളക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തൊന്ന് ഇത്തിരി ഒന്നായിട്ട് ഞാൻ ഗ്രോ ബാഗിലേക്ക് വെക്കുകയുള്ളൂ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കട്ടാക്കാറായിട്ടില്ല. ഇനി ഒരു 1.5 ഇഞ്ചോടെ ഹൈറ്റായിട്ട് ഞാൻ കട്ടാക്കുള്ളൂ. ഇനി ഇതുപോലെ തന്നെ വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. കട്ടാക്കാൻ റെഡി ആയിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതും കട്ടാക്കാനുള്ളതാണ്, പക്ഷെ റെഡി ആയിട്ടില്ല. ഇത്തിരി കൂടി ഒന്ന് ഹെൽത്തി ആവാനുണ്ട്. ഇത്തിരി കൂടി ഹെൽത്തി ആയി കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 6-7 ഇഞ്ച് ഹൈറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കട്ടാക്കുള്ളൂ. എന്നാലും നമുക്ക് പുതിയ ഇതുണ്ട്. ഇത് ഓർഡർ അങ്ങനെ എടുക്കുക ഇങ്ങനെ വളർന്നു പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്കൊണ്ട് ഗുണമുള്ളൂ. ഇതുപോലെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ബ്രാഞ്ച് ചെയ്താണ്. ഇപ്പം ഗ്രോ ബാഗിലേക്ക് മാറ്റി 3 ഇതുണ്ടോ, എത്ര ബഡ്സ് വന്നേക്കണോ, പുതിയ വന്നേക്കണോ, പുതിയ വന്നേക്കണം. അല്ല, ഇത് ഞാൻ കട്ട് ചെയ്യാത്ത സാധനം കണ്ടോ. ഇതുണ്ടോ, ഇങ്ങനെ പോലെ പോയിട്ടൊരു കാര്യമില്ല. നമുക്കിതുപോലെ നിറയെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇതും മുളകിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ബാക്കിയുള്ള വെണ്ട, വഴുതന, അങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും നമുക്ക് ചെയ്യാം. ഇതുപോലെ കൂടുതൽ ബഡ്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.